എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സ്റ്റീന. ഞാൻ വരുന്നത് കോട്ടയം ഉഴൂരിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ്. എനിക്ക് UK ഫുൾ സ്കോളർഷിപ്പോടുകൂടി നഴ്സിംഗ് പഠിക്കുന്നതിൻ്റെ യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂ പാസ്സായി ഓഫർ ലെറ്ററും എഗ്രിമെൻറ്റും ലഭിച്ചിരുന്നു. പക്ഷേ എൻ്റെ ഇൻടേക്കിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഫൈനൽ ഇൻ്റർവ്യൂ ഒരു റെക്കോർഡ് ഇൻ്റർവ്യൂ ആണ്. അത് 3 അറ്റംപ്റ്റാണുള്ളത്. നല്ല രീതിയിൽ തന്നെ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്ത് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. എനിക്ക് 3 അറ്റംപ്റ്റാണുള്ളത് അവർ തരുന്നത്. എനിക്ക് വളരെ എളുപ്പമായിരുന്നെങ്കിലും 16 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ എളുപ്പമായിരുന്നെങ്കിലും എനിക്കിത് പാസ്സാകാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ ഉടനെ തന്നെ ഒന്നുകൂടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതും എനിക്ക് ആദ്യത്തേതുപോലെ പാസ്സാകാൻ സാധിച്ചില്ല, എളുപ്പമായിരുന്നെങ്കിലും. അപ്പം തേർഡ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാനെന്നാൽ അത് അറ്റൻഡ് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എന്നോട് എൻ്റെ മമ്മി പറഞ്ഞു, നീ ഉടമ്പടി എടുക്കുക എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നെങ്കിലും ഞാൻ അങ്ങനെ ഉടമ്പടി എടുക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതെനിക്ക് പാടായിരുന്നു, കിട്ടിയില്ലെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പം ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വിസയ്ക്ക് വെക്കുന്നതിന് മുമ്പ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടാണ് ഞാൻ വിസയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് വിസയ്ക്ക് വെച്ച് കൃത്യം 7-ാമത്തെ ദിവസം തന്നെ എനിക്ക് എൻ്റെ വിസ ലഭിക്കുകയും ഞാൻ പറഞ്ഞ അതേ ഡേറ്റിൽ തന്നെ കിട്ടുകയും പിന്നെ മുമ്പോട്ടുള്ള എൻ്റെ അക്കോമഡേഷൻ എന്നിങ്ങനെയുള്ള എല്ലാ പ്രോസസ്സിങ്ങും പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്ത് കിട്ടുകയും ചെയ്തു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾക്കറിയാവുന്ന ഒരു അനാഥാലയത്തിൽ ഞങ്ങൾ ഫുഡ് കൊടുക്കുകയും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും രാത്രിയിലത്തെ പ്രയർ ചൊല്ലുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. പിന്നെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇനി മുമ്പോട്ടാണെങ്കിലും ഉടമ്പടി നല്ല രീതിയിൽ തന്നെ പാലിച്ചു പോകണമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉടമ്പടി നിർത്തുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 28-ാം തിരുവചനം. ജീവൻ്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. സ്റ്റീന സ്റ്റീഫൻ എന്ന ഈ സഹോദരിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറഞ്ഞത്. സ്റ്റീന ഉടമ്പടി എടുത്ത ഉടനെ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ മകൾക്ക് വലിയ അനുഗ്രഹം ഈശോ പ്രാപിച്ചു നൽകിയിരിക്കുന്നത്. നഴ്സിംഗ് സ്റ്റുഡൻറ്റ് വിസയാണ് ഈ മകൾക്ക്. ഫുൾ സ്കോളർഷിപ്പോടുകൂടി UK പഠിക്കാനുള്ള വലിയ സാധ്യത ഈ മകൾക്ക് നൽകിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി ഒരു ഉടൻ പരിഹാരമാണ്. നാം എത്ര തന്നെ പ്രതിസന്ധിയിലായാലും എത്ര തന്നെ സങ്കടത്തിലായാലും പരിശുദ്ധ അമ്മയോട് നാം മാധ്യസ്ഥം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഉടമ്പടിയെടുത്ത് നാം പ്രാർത്ഥന തുടങ്ങുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയെ അറിയിക്കുകയും നമ്മുടെ കൈപിടിച്ച് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ ജീവിതാനുഭവം നമുക്കുണ്ടാവുകയും ചെയ്യുകയാണ്. സ്റ്റീന ഇവിടെ ഉടമ്പടി ചെയ്തത് ഈശോയെ സ്നേഹിക്കാമെന്നും പരിശുദ്ധ അമ്മയോടുള്ള ആ ബന്ധം ആഴപ്പെടുത്താമെന്നുമാണ്. ഓരോ ചുവടിലും തൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴെല്ലാം ആത്മധൈര്യം വർദ്ധിക്കുകയും തൻ്റെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ സാധ്യതകളുടെ വാതിലുകൾ തുറക്കുന്നതായി സ്റ്റീന കാണുകയായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്ന പോലെ, ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉടൻ പരിഹാരമുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടി എന്നാണ് അച്ഛൻ പറയാറുള്ളത്. അത് നമുക്ക് നൽകുന്നത് തന്നെ ഒരു ഫസ്റ്റ് ഇൻസെൻറ്റീവായിട്ടാണ്. ഈശോ നമ്മെ സ്നേഹിക്കുന്നുവെന്നും എന്നോട് ചേർന്ന് നിൽക്കണമെന്നും നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു സമ്മാനമാണത്. പല മക്കളും ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ പറയുന്നത്, ഞാൻ എൻ്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിച്ചു, അപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യമുണ്ടായി. തിരുനാളത്തിലും സുഗന്ധാഭിഷേകത്തിലും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം എനിക്ക് ലഭിച്ചു എന്നെല്ലാം മക്കളിവിടെ പറയാറുണ്ട്. നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധ അമ്മ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ ജീവിത പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ചില മക്കളെങ്കിലും ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവർ പറയാറുള്ളത്, ഞങ്ങൾക്കവിടെ ഉടമ്പടി ജീവിക്കാൻ സാധിച്ചില്ല, കാരണം ഭാഷ, ക്ലൈമറ്റ്, ഭക്ഷണം, വ്യക്തികൾ, ഇങ്ങനെ പല എക്സ്ക്യൂസുകളാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ അവർ തന്നെ പ്രാർത്ഥിക്കും, എൻ്റെ ഉടമ്പടി ഇത്രത്തോളം എന്നെ സഹായിച്ച പരിശുദ്ധമ്മയ്ക്ക് എന്നെ തുടർന്നുകൊണ്ടും ജീവിക്കാനും ഉടമ്പടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കാനുള്ള സാധ്യതകളുണ്ടാകും എന്ന് ഒരു ലീപ്പിംഗ് അൺനോൺ ടു ലീപ്പ് എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ്
അറിവില്ലാത്തയിലേക്ക് എടുത്തു ചാടുന്ന ഒരു അന്യദേശത്തേക്ക് ഇവർ പോകുമ്പോൾ അവരുടെ ഉറപ്പ് ഒന്ന് മാത്രമാണ്, ഉടമ്പടിയാണ്. സ്റ്റീന അങ്ങനെയുള്ള ഒരു വലിയ പ്രാർത്ഥനയിലൂടെയാണ് UK പോകുന്നത്. പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമ്മൾ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. പുറപ്പാട് 33:14 പറയുന്ന പോലെ, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം തരികയും ചെയ്യും എന്നാണ് ദൈവം ജോഷയോട് പറയുന്നത്. നമുക്കെപ്പോഴും നമ്മോട് കൂടെയായിരിക്കാൻ നമുക്കെപ്പോഴും ഈശോയെ ക്ഷണിക്കാം. അതിന് പരിശുദ്ധ അമ്മ നമ്മെ എല്ലാ അനുഗ്രഹത്തോടും എല്ലാ സാധ്യതകളോടും കൂടി നമ്മെ സ്നേഹിക്കുകയും ചെയ്യും. ഒന്ന് മാത്രമേ ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുള്ളൂ, വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടെ ഈശോയോട് കൂടെ ആയിരിക്കുക. ബാക്കിയെല്ലാം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം നമ്മോട് കൂട്ടിച്ചേർക്കപ്പെടും. സ്റ്റീനയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കൈയ്യടി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.